തിരക്കേറിയ ഒരു ഇന്ത്യൻ പട്ടണത്തിൻ്റെ ശാന്തമായ കോണിൽ കവി എന്നറിയപ്പെടുന്ന ഒരു ബഹുമാന്യനായ സെൻ ഗുരു താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ വളരെയേറെ ബഹുമാനിക്കപ്പെട്ടിരുന്നു. സ്വയം കണ്ടെത്തലിലേക്കും പരിവർത്തനത്തിലേക്കും വഴികാട്ടാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രായത്തിലുമുള്ള അന്വേഷകർ അദ്ദേഹത്തെ അന്വേഷിച്ചെത്തി. ശാന്തമായ ഒരു സായാഹ്നത്തിൽ ലീല എന്നൊരു യുവതി അവളുടെ കണ്ണുകളിൽ കൗതുകകരമായ തീപ്പൊരിയുമായി മാസ്റ്റർ കവിയെ തേടിയെത്തി. ദൃശ്യവൽക്കരണത്തിൻ്റെ പരിവർത്തന ശക്തിയെക്കുറിച്ചുള്ള മന്ത്രിപ്പുകൾ ലീല കേൾക്കുകയും സ്വന്തം ജീവിതത്തിൽ ഈ ശക്തി എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശം തേടുകയും ചെയ്തു. മാസ്റ്റർ കവി ലീല തുടങ്ങി. അവളുടെ സ്വരത്തിൽ പ്രതീക്ഷകൾ നിറഞ്ഞു. ദൃശ്യവൽക്കരണം ഒരാളുടെ ജീവിതത്തിൽ അഗാധമായ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ശക്തി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് എനിക്ക് കാണിച്ചു തരാമോ? സൗമ്യമായ പുഞ്ചിരിയോടെ മാസ്റ്റർ കവി ലീലയെ തൻ്റെ ശാന്തമായ സങ്കേതത്തിലേക്ക് സ്വാഗതം ചെയ്തു. ദൃശ്യവൽക്കരണ കലയ്ക്കുള്ളിൽ കിടക്കുന്ന കാലാതീതമായ ജ്ഞാനം നൽകാൻ അദ്ദേഹം തയ്യാറായി. പ്രിയപ്പെട്ട ലീല, മാസ്റ്റർ കവി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ശബ്ദം ശാന്തമായിട്ടും ലക്ഷ്യങ്ങളാൽ നിറഞ്ഞിരുന്നു. ദൃശ്യവൽക്കരണം തീർച്ചയായും പരിവർത്തനത്തിനുള്ള ഒരു ശക്തമായ ഉപകരണമാണ്. ഈ പ്രക്രിയയിലൂടെ നിങ്ങളെ നയിക്കുകയും ദൃശ്യവൽക്കരണത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന 12 കർമ്മ നിയമങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യാം. ഉൾക്കാഴ്ചയുടെയും പ്രബുദ്ധതയുടെയും ഒരു ചരടിലേക്ക് നെയ്തെടുത്ത് അദ്ദേഹം ഇനി പറയുന്ന പോയിന്റുകൾ വിശദീകരിച്ചു. ഉദ്ദേശ്യത്തിൻ്റെ വ്യക്തത. ദൃശ്യവൽക്കരിക്കുമ്പോൾ വ്യക്തമായ ഉദ്ദേശങ്ങൾ സ്ഥാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മാസ്റ്റർ കവി വിശദീകരിച്ചു. നിങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കാൻ സമയമെടുക്കുക, അദ്ദേഹം പറഞ്ഞു. ഈ വ്യക്തത നിങ്ങളുടെ ദൃശ്യവൽക്കരണ പരിശീലനത്തിനുള്ള അടിത്തറയായി വർത്തിക്കും. പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ. ആ സ്ഥിരീകരണങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഭാഷയാണ്, മാസ്റ്റർ കവി പ്രഖ്യാപിച്ചു. ലീലയെ അവളുടെ ആഗ്രഹങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്ന പോസിറ്റീവ് സ്ഥിരീകരണങ്ങളാൽ ദൃശ്യവൽക്കരിക്കാൻ അദ്ദേഹം ലീലയെ പ്രോത്സാഹിപ്പിച്ചു. അവരുടെ പ്രകടനത്തിലുള്ള അവളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തി. വൈകാരിക ബന്ധം. ദൃശ്യവൽക്കരണ സമയത്ത് ശക്തമായ വികാരങ്ങൾ ഉണർത്തേണ്ടതിൻ്റെ പ്രാധാന്യം മാസ്റ്റർ കവി ഊന്നിപ്പറഞ്ഞു. നിങ്ങളുടെ ദൃശ്യവൽക്കരണത്തെ ശക്തിപ്പെടുത്തുന്ന ഇന്ധനമാണ് വികാരങ്ങൾ, അദ്ദേഹം വിശദീകരിച്ചു. നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട വികാരങ്ങളുമായി അവയുടെ പ്രകടനത്തെ വർദ്ധിപ്പിക്കുന്നതിന് ആഴത്തിൽ ബന്ധിപ്പിക്കുക. സ്ഥിരതയും സ്ഥിരോത്സാഹവും. സ്ഥിരത വിജയം വളർത്തുന്നു, മാസ്റ്റർ കവി നിരീക്ഷിച്ചു. ഒരു പതിവ് ദൃശ്യവൽക്കരണ പരിശീലനത്തിന് പ്രതിജ്ഞാബദ്ധരാകാൻ അദ്ദേഹം ലീലയോട് അഭ്യർത്ഥിച്ചു. നന്ദിയും അഭിനന്ദനവും. കൃതജ്ഞതയാണ് സമൃദ്ധിയെ തുറക്കുന്ന താക്കോൽ, മാസ്റ്റർ കവി പ്രസ്താവിച്ചു. ലീലയുടെ ജീവിതത്തിലും ഇനി വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയും അഭിനന്ദനവും വളർത്തിയെടുക്കാൻ അദ്ദേഹം ലീലയെ പ്രോത്സാഹിപ്പിച്ചു. അറ്റാച്ച്മെൻറ്റ് വിട്ടൊഴിയുന്നു. ആസക്തിയാണ് കഷ്ടപ്പാടുകളുടെ വേരുകൾ, കവി മാസ്റ്റർ ലീലയെ ഓർമ്മിപ്പിച്ചു. പ്രപഞ്ചത്തിൻ്റെ കൃത്യമായ സമയക്രമത്തിലും ദൈവിക പദ്ധതിയിലും വിശ്വാസമർപ്പിച്ച് ദൃശ്യവൽക്കരണ സമയത്ത് നിർദ്ദിഷ്ട ഫലങ്ങളുമായി എന്തെങ്കിലും അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അത് വിടാൻ അദ്ദേഹം അവളെ പ്രോത്സാഹിപ്പിച്ചു. ഉന്നതമായ സ്വായത്തമായുള്ള വിന്യാസം. നിങ്ങളുടെ ഉയർന്ന വ്യക്തിയുമായി ഒത്തുചേരുന്ന സ്ഥലത്ത് നിന്ന് ദൃശ്യവൽക്കരിക്കുക, മാസ്റ്റർ കവി ഉപദേശിച്ചു. ലീലയെ അവളുടെ ആന്തരിക ജ്ഞാനത്തോടും അവബോധത്തോടും ബന്ധിപ്പിക്കാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അവളുടെ ദൃശ്യവൽക്കരണ പരിശീലനത്തെ നയിക്കാൻ അവരെ അനുവദിച്ചു. പ്രവർത്തനവും പ്രചോദനാത്മകമായ പരിശ്രമവും. ദൃശ്യവൽക്കരണം മാത്രം പോരാ, മാസ്റ്റർ കവി മുന്നറിയിപ്പ് നൽകി. ലീലയുടെ ലക്ഷ്യങ്ങൾക്കായി പ്രചോദിതമായി പ്രവർത്തിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ലീലയെ ഓർമ്മിപ്പിച്ചു. അവളുടെ ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി ദൃശ്യവൽക്കരണം ഉപയോഗിച്ചു. ആത്മസ്നേഹവും അർഹതയും. പ്രപഞ്ചം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ അർഹനാണ്, മാസ്റ്റർ കവി ലീലയ്ക്ക് ഉറപ്പ് നൽകി. അവൾ അവളുടെ ആഗ്രഹങ്ങൾക്ക് അന്തർലീനമായി അർഹതയുള്ളവളാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്വയം സ്നേഹം പരിശീലിക്കാനും യോഗ്യതയുടെ ബോധം വളർത്തിയെടുക്കാനും അദ്ദേഹം അവളെ പ്രോത്സാഹിപ്പിച്ചു. ദൈവിക സമയക്രമത്തിൽ വിശ്വസിക്കുക. പ്രപഞ്ചത്തിൻ്റെ ദൈവിക സമയത്തിൽ വിശ്വസിക്കുക, മാസ്റ്റർ കവി ഉപദേശിച്ചു.
എല്ലാം കൃത്യമായ സമയത്താണ് വികസിക്കുന്നതെന്ന് അദ്ദേഹം ലീലയെ ഓർമ്മിപ്പിക്കുകയും ജീവിതത്തിൻ്റെ ഒഴുക്കിന് കീഴടങ്ങാൻ അവളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നന്ദിയോടെയുള്ള ദൃശ്യവൽക്കരണം. കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൃശ്യവൽക്കരിക്കുക, മാസ്റ്റർ കവി ഉപദേശിച്ചു. ലീലയുടെ ദൃശ്യാവിഷ്കാരങ്ങൾ നന്ദിയുടെ വികാരങ്ങളായി സന്നിവേശിപ്പിക്കാൻ അദ്ദേഹം ലീലയെ പ്രോത്സാഹിപ്പിച്ചു. അവരുടെ പ്രകടന ശക്തി വർദ്ധിപ്പിച്ചു. ആഴത്തിലുള്ള വിശ്വാസം. വിഷ്വലൈസേഷനും പ്രകടനവും തമ്മിലുള്ള പാലമാണ് വിശ്വാസം, മാസ്റ്റർ കവി പ്രഖ്യാപിച്ചു. ദൃശ്യവൽക്കരണത്തിൻ്റെ ശക്തിയിലും അവളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള പ്രപഞ്ചത്തിൻ്റെ കഴിവിലും അചഞ്ചലമായ വിശ്വാസം വളർത്തിയെടുക്കാൻ അദ്ദേഹം ലീലയെ പ്രേരിപ്പിച്ചു. മാസ്റ്റർ കവി തൻ്റെ പഠിപ്പിക്കലുകൾ അവസാനിപ്പിക്കുമ്പോൾ ലീലയ്ക്ക് ഭയവും പ്രചോദനവും തോന്നി. പുതുതായി കണ്ടെത്തിയ വ്യക്തതയോടും നിശ്ചയദാർഢ്യത്തോടും കൂടി തൻ്റെ ദൈനംദിന ജീവിതത്തിൽ ദൃശ്യവൽക്കരണം ഉൾപ്പെടുത്തുമെന്ന് അവൾ പ്രതിജ്ഞയെടുത്തു. അവൾ ശരിയായി ദൃശ്യവൽക്കരിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിച്ച മാറ്റം തീർച്ചയായും സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു. അതിനാൽ മാസ്റ്റർ കവിയുടെ മാർഗനിർദ്ദേശപ്രകാരം ലീല സ്വയം കണ്ടെത്തലിൻ്റെയും പരിവർത്തനത്തിൻ്റെയും ഒരു യാത്ര ആരംഭിച്ചു. അവളുടെ അഗാധമായ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ജീവിതം സൃഷ്ടിക്കുന്നതിനും ദൃശ്യവൽക്കരണത്തിൻ്റെ ശക്തി പ്രയോജനപ്പെടുത്തി. If you love to watch this video, you can like, share and subscribe.